രാഹുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഈ ലത്തീഫിന്റെയും ഷാഹിദയുടെയും ബന്ധുക്കൾ അവിടെ സ്ഥലത്തുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? മോത്തി ലത്തീഫിന്റെ രണ്ട് മക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മരുമകൻ നമ്മോട് പ്രതികരിച്ചിരുന്നു. കാരണം ഇന്നലെ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറഞ്ഞില്ല. അതായത് പ്രതി കീഴടങ്ങി, ഇനിയിപ്പം അതിനപ്പുറത്തേക്ക് എന്ത് പറയാനാണ്? കാരണം ഇത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി പ്രതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രതിയുടെ പിതാവുമായി ബന്ധപ്പെട്ടോ, അതായത് ഈ പറയുന്ന പോലെ ആ സഹോദരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് മരുമകൻ പ്രതികരിച്ചത്. ഇപ്പോൾ എന്തായാലും ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാവുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച കാര്യം, ഈ വീടുകൾ തമ്മിൽ, അതായത് 6 വീടാണ് ഈ പ്രദേശത്തുള്ളത്. ആ വീടുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അയൽവാസികൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അയൽവാസി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്നലെ രാവിലെ കൂടി ഷാഹിദയെ പുറത്ത് കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ചേട്ടൻ അയൽവാസികളോട് സംസാരിച്ചിരുന്നു അല്ലേ? എന്താണ് പറഞ്ഞത്? സംസാരിച്ച് അവരിപ്പോൾ പുറത്തേക്ക് വരാൻ മാനസികമായിട്ട് അവർ തയ്യാറല്ല. അവർ പറഞ്ഞ ഷാഹിദ താത്തയും രാവിലെ അവർ 8 മണിക്കും 9 മണിക്കിടയിൽ അവർ മീൻ വാങ്ങിക്കാൻ ഇറങ്ങുമായിരുന്നു. ഇന്നലെ അവർക്കൊരു കമ്മിറ്റി മുകളിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അവർ 10 മണിയായപ്പോൾ 2 പേരും പുറത്തു പോയിരുന്നു. പോയിട്ട് അവർ 12 മണിക്കാണ് തിരിച്ചു വന്നതെന്നും ഇവരിപ്പോൾ പറയുന്നു. അതുകൊണ്ട് ഇന്നലെ അവർക്ക് ഒരു കമ്മിറ്റിക്ക് തൊട്ടടുത്താണ്, അതിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല. വൈകുന്നേരം പിന്നെ കുറേ കഴിഞ്ഞില്ല, 10 മണിക്ക് പുറത്തു പോയി. ഇവർ രണ്ടുപേരും പുറത്തു പോയി എന്ന് പറഞ്ഞു. 10 മണിക്ക് കാറെടുത്ത് പോയിട്ട് അവർ 12 മണിക്കൂടി തിരിച്ചു വന്നത്. ഇപ്പോൾ രാവിലെ മത്സ്യം വാങ്ങാനായിട്ട് ഇവർ ഒരുമിച്ച് തന്നെയാണ് ഇന്ന് ഇറങ്ങുന്നത്. ഇന്നലെ ഇറങ്ങി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ലൈറ്റ് കാണാതെ വന്നു. തൊട്ട് പിറകെ അവർ എന്താണെന്ന് ഞാൻ നോക്കി ഇപ്പോൾ പോലീസ് വന്ന് ഈ വീടെന്നും പറഞ്ഞെന്നാണ് പോലീസ് വിളിക്കുന്നത്. അപ്പോഴാണ് ഇവർ കാര്യം അറിയുന്നത്. അപ്പോൾ അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അവർ നമ്മളോട് സംസാരിക്കുന്നവർ മീഡിയ ആയിട്ട് സംസാരിക്കാൻ അവർക്ക് മാനസികമായ വിഷമം. അത് തന്നെയാണ് മോത്തി. അപ്പോൾ അത്തരത്തിലുള്ളവരുടെ പ്രതികരണം എടുക്കുക ശരിയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ച ആൾ നമ്മോട് പ്രതികരിച്ചത്. ഇതാണ് അയൽവക്കത്തെ വീട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്, കാരണം ഇന്നലെ നമ്മോട് സൂചിപ്പിച്ചിരുന്നു, അതായത് ഇത് പ്രതിയുടെ മൂത്താപ്പയാണ്, അതായത് പിതാവിൻ്റെ സഹോദരനാണ്. ഈ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ രാവിലെ പോയിരുന്നു എന്ന്, അതായത് 8 കിലോമീറ്റർ, ഏതാണ്ട് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ പ്രതിയുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്ന് ഇന്നലെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഏതാണ്ട് 10 മണിക്ക് ഇവർ പുറത്തു പോയി എന്ന് പറയുന്നുണ്ട്. 9 മണിക്ക് മീൻ വാങ്ങാനായി ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്നു, കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു, സാധാരണ പോലെ സംസാരിക്കുന്നു. ശേഷം 10 മണിക്ക് ഇവർ കാറും എടുത്ത് പുറത്തു പോയി എന്ന് പറയുന്നു. ഒരു പക്ഷേ അത് അഫാന്റെ വീട്ടിലേക്കാകാമെന്നാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. കാരണം 10 മണിക്ക് വീട്ടിലേക്ക് പോയി 12 മണിക്ക് എത്തുന്നു. ഇന്നലെ റൂറൽ SP പറഞ്ഞതും ഈ കൃത്യങ്ങൾ, അതായത് കൊലപാതകങ്ങൾ നടത്താൻ പ്രതി 10 മണി മുതൽ 6 മണി വരെയുള്ള സമയം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 12 മണിക്ക് ശേഷമാണ് ഇവർ ഇവിടെ എത്തുന്നത്. അതായത് ലത്തീഫും ഷാഹിദിയും തിരിച്ചെത്തുന്നത് 12 മണിക്കാണ്. എന്തായാലും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ അയൽവാസികളോട് സംസാരിച്ച ആളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് 10 മണിക്ക് പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തു പോയത് ഒരു പക്ഷേ അഫാന്റെ വീട്ടിലേക്കാകാം. അത് ഈ പറയുന്ന കുടുംബകാര്യങ്ങൾ, അതായത് ഈ പ്രണയബന്ധത്തിലെ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചർച്ചയ്ക്ക് പോയതാകാം. കാരണം പിതാവ് വിദേശത്താണ്. അപ്പോൾ കാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനിക്കാനും ഒക്കെ ചെന്നതാകാം എന്നുള്ള കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. അതിലേക്ക് തന്നെയാണ് ഈ അയൽവാസികളുടെ പ്രതികരണവും, അയൽവാസിയോട് സംസാരിച്ച ആളുടെ പ്രതികരണവും വിരൽ ചൂണ്ടുന്നത്. മോത്തി, ശരി രാഹുൽ, പലർക്കും പലതാണ് പറയാനുള്ളത്. കുടുംബം, എനിക്ക് തോന്നുന്നു മറ്റ് ബന്ധുക്കളുമായി, സഹോദരങ്ങളുമായി 11 പേരാണ് ഇവർ ആകെ ഉള്ളത്. മറ്റ് 10 പേരുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല, അല്ലെങ്കിൽ തുറന്ന് ഇടപെടുന്ന കൂട്ടത്തിലായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും പലരുടെയും പ്രതികരണത്തിൽ നിന്നും ലഭ്യമാകുന്നത്. വിശദാംശങ്ങൾ പോലീസ് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് കാരണം?